എല്ലാവർക്കും പറയാലോ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട പുതുപ്പള്ളിയിലെ വോട്ടർമാരെ, ഇന്ന് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും അഭിമാനമുള്ള ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ 5 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഴുവനും വികസന സദസ്സും അതിനോടനുബന്ധിച്ചുള്ള വീഡിയോ പ്രദർശനവും വികസന രേഖയും തയ്യാറാക്കുന്ന വികസന സദസ്സാണ് ഇന്ന് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത്. ആ സദസ്സിനോടൊപ്പം തന്നെ പുതുപ്പള്ളിക്ക് അഭിമാനമായ ഒരു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം കൂടെ ഇന്ന് നടക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, പ്രിയങ്കരനായിരുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ സ്മാരകമായി 2016 MLA ഫണ്ട് അനുവദിച്ച് അതിന്റെ സ്ട്രക്ചർ നടപടികൾ പൂർത്തിയായി കിടന്ന മിനി സിവിൽ സ്റ്റേഷൻ, നമുക്കറിയാം പുതുപ്പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ പുതുപ്പള്ളിയിലെ രജിസ്ട്രാർ ഓഫീസ്, വില്ലേജ് ഓഫീസ് ഇതൊക്കെ ഇന്ന് വാടക കെട്ടിടത്തിലാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് സ്ഥലം കിട്ടിയാൽ അതിനൊക്കെ കെട്ടിടം പണിയാനുള്ള പദ്ധതികളുണ്ട്. അതുകൊണ്ട് ഇതും നമ്മുടെ ജംഗ്ഷനിൽ പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ ഏറ്റവും പ്രയോജനപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ പുതുപ്പള്ളി ജംഗ്ഷനിൽ തന്നെ തുടരണമെന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഈ ഭരണസമിതി അധികാരമേറ്റ ശേഷം നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ തന്നെ 50 ലക്ഷം രൂപ അതിന്റെ ഓർഡറാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാനിങ്ങനെ ചില പ്രചരണങ്ങളുണ്ട്, ഇത് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ ബഹുമാനായ പുതുപ്പള്ളിയുടെ MLA കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയതിനാണ് ഞങ്ങൾ ഇന്ന് ഇതുപോലെ ജനങ്ങളോട് പറയേണ്ടി വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു തട്ടിപ്പ് പരിപാടികൾ കൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇന്നുവരെ മുന്നോട്ട് പോയിട്ടില്ല. ഇതിന്റെ കഴിഞ്ഞ പഞ്ചായത്ത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെ സമീപിക്കുകയും അദ്ദേഹവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഈ ഫണ്ട് ബഡ്ജറ്റിൽ അനുവദിച്ചത്. ആ ബഡ്ജറ്റിൽ അനുവദിച്ച ഫണ്ട് മിനി സിവിൽ സ്റ്റേഷൻ ഫണ്ട് എന്ന ഫണ്ടായിട്ട് ഗവൺമെന്റ് ഓർഡറാണ് ഞങ്ങളുടെ ഇരിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട ഗവർണറുടെ സെക്രട്ടറിയാണ് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കത്ത് ഞാനിവിടെ പ്രദർശിപ്പിക്കുകയാണ്. ഇതിന് പ്രകാരം പുതുപ്പള്ളി ഈ ബിൽഡിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് PWD കോട്ടയം ഡിവിഷനാണ്. കോട്ടയം ഡിവിഷനിൽ ഞങ്ങൾ ആവശ്യപ്രകാരം ഇതിന്റെ ഡിസൈൻ ചെയ്ത ഈ കമ്പ്യൂട്ടറുകളുടെ ഡിസൈൻ ചെയ്ത റെക്കോർഡുകളൊക്കെ അവരെ സമർപ്പിച്ചപ്പോൾ അതിന്റെ പാമ്പാടി ഡിവിഷനിൽ നിന്ന് ഇവിടെ വന്ന് അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കുകയും അതിന്റെ അടിയിലത്തെ നില സബ് രജിസ്ട്രാർ ഓഫീസും വില്ലേജ് ഓഫീസിനും അതിന്റെ 1ഉം 2ഉം നിലകള് 3 നിലയുള്ള ഒരു കെട്ടിടമാണ്. പഞ്ചായത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ അത് ഡിസൈൻ ചെയ്ത് അതിന്റെ എസ്റ്റിമേറ്റുകൾ തിരുവനന്തപുരത്തിന് അയക്കുകയും ആ എസ്റ്റിമേറ്റ് തുകയ്ക്ക് നമുക്ക് അതിന്റെ AS ലഭിച്ചു. ആ AS ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനാണ് ഈ ഗവൺമെന്റ് ഓർഡറുള്ള ഈ AS ആണിത്. ഈ 50 ലക്ഷം രൂപയുടെ AS ലഭിച്ചതിന് ശേഷം അതിന്റെ TS എസ്റ്റിമേറ്റ് പാമ്പാടി ഡിവിഷനിൽ നയിക്കുകയും അത് ജില്ലയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWD വിഭാഗം അത് ടെൻഡർ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 75 ലക്ഷം രൂപ തനത് ഫണ്ട് ഇതിന് മാറ്റിവെച്ചു. ആ തനത് ഫണ്ടിന്റെ തുകയുടെ ബാക്കി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിന്റെ 2ാം നില. അപ്പൊ 2 നിലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി തീരുന്ന രീതിയിലാണ് ഈ ടെൻഡർ നടപടികൾ നടത്തിയിരിക്കുന്നത്. അതിന്റെ 2ാം നിലയിലാണ് പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പഞ്ചായത്ത് നമ്മുടെ PWDയുടെ ട്രഷറിയിൽ 75 ലക്ഷം രൂപ അനുവദിച്ചതിന്റെ ചെല്ലാനാണ് ഇവിടെ നിങ്ങളെ കാണിക്കുന്നത്. PWD ഡിവിഷന് വേണ്ടി 75 ലക്ഷം രൂപ നമ്മുടെ ട്രഷറിയിൽ അടച്ചതിന്റെ ചെല്ലാനാണ് തെളിവ് സഹിതം ഇവിടെ കാണിക്കുന്നത്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വസ്തുതാപരമായ ചില പ്രസ്താവനകൾ വഴി പുതുപ്പള്ളിയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് വളരെ വേദനാജനകവുമാണ്, പ്രതിഷേധവുമാണ് ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇവിടെ ചില ആരോപണങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിന്റെ നിര്യാണവുമായിട്ട് അനുബന്ധിച്ച് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മാലിന്യം മാറ്റിയെടുക്കുന്നതിന് 3 പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയെ ഏകീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രനായ ശ്രീ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA പഞ്ചായത്തിൽ വരികയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങളോടൊക്കെ വളരെ നല്ല രീതിയിലുള്ള സമീപനം ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതിനുശേഷമാണ് അദ്ദേഹം പഞ്ചായത്തിൽ ഫണ്ടുമായിട്ട് വന്നു.
പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അത് ബഹിഷ്കരിച്ചു എന്നുള്ള പ്രചാരണം അയച്ചുവിട്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട ഒരു MLA പഞ്ചായത്തിൽ വരുമ്പോൾ അതിന്റെ ഒരു ഭരണസമിതികളിലും പ്രോട്ടോകോൾ പ്രകാരം അവിടെ നിന്ന് ഇറങ്ങിപ്പോവോ അവിടെ പ്രതിഷേധാത്മകമായി മാറി നിൽക്കുകയോ ചെയ്യത്തില്ല. MLA വരുന്ന വിവരം ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊരു അടിയന്തര കമ്മിറ്റി വിളിച്ച് MLAയോട് ഞങ്ങൾ നിവേദനങ്ങളും ആവശ്യങ്ങളും പറയുമായിരുന്നു. പക്ഷേ MLA അത് പ്രോട്ടോകോൾ പ്രകാരം അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല പറഞ്ഞ് കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധിയോട് പറഞ്ഞാണ് അവിടെ എത്താൻ അന്ന് കറക്റ്റ് ആ സമയത്ത് അവിടെ എത്തിയത്. ആ സമയത്ത് സാധാരണ ഓഫീസിലുള്ള സമയമായിരുന്നുകൊണ്ട് ഞാനും അവിടെ അന്ന് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വന്ന് ചോദിച്ചു, പ്രസിഡന്റ് ഇവിടെ ഇല്ല എന്ന് ഞാൻ പോവാന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഈ ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം, പുതുപ്പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി അധികം ബന്ധമുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി സ്മൃതി മണ്ഡപം സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ ഗാന്ധി സ്റ്റാച്യു അനാവരണവും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട MLA വീട്ടിലെത്തി കത്ത് കൊടുത്ത് ഈ പരിപാടിക്ക് ക്ഷണിച്ചതാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. പക്ഷേ അന്ന് രാവിലെ MLAയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചത് അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയില്ലെന്നാണ്. വളരെ പ്രാധാന്യമുള്ള രാഷ്ട്രപതിയുടെ ഒരു അനാച്ഛാദന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ട MLA ആ പരിപാടിയിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. തിരുവനന്തപുരത്തിന് അദ്ദേഹം പോയി അവിടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം നിരവധി പരിപാടികളിൽ നമ്മൾ അദ്ദേഹത്തെ വിളിക്കും. വീട്ടിൽ ചെന്ന് സെക്രട്ടറി ഓഫീസിലുണ്ട്, ഓഫീസിൽ ചെന്ന് പ്രസിഡന്റ് കത്ത് കൊടുത്തതാണ് ഈ കഴിഞ്ഞ ദിവസത്തെ പരിപാടി. ഈ വികസന സൗധത്തിന്റെയും ഉമ്മൻചാണ്ടി സ്മാരക മിനി സ്റ്റേഷന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനത്തിന്റെ കത്താണ് ഇതിരിക്കുന്നത്. ഈ കത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. വീട്ടിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് കൊണ്ട് കത്ത് കൊടുക്കുകയും ആ വീട്ടിൽ തന്നെ ഇന്ന് 3 പ്രാവശ്യം ബഹുമാനപ്പെട്ട MLA പ്രസിഡന്റ് വിളിക്കുകയും ചെയ്തതാണ്. പക്ഷെ പ്രതികരണം ഉണ്ടായില്ല. വീണ്ടും കഴിഞ്ഞ ശനിയാഴ്ച കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ MLA ഇവിടെ എത്തിയപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് അദ്ദേഹത്തോടും പറഞ്ഞാണ്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പത്രസമ്മേളനം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു ബഹുമാന്യായ MLAയുടെ നമുക്കറിയാം, കേരളം നിയമസഭയുടെ 3 കോടി ജനങ്ങളുടെ നിയമനിർമ്മാണം നടത്തുന്ന സഭയിലെ ഒരു അംഗമാണ് അദ്ദേഹം. അത് വളരെ പ്രാധാന്യവും ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനമാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. അത്രയും ആദരവോടും ബഹുമാനത്തോടെയാണ് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇതിനെ MLA സമീപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളെ ഈ പുതുപ്പള്ളിയിലെ ഭരണം 5 കൊല്ലം പൂർത്തിയാകുമ്പോഴാണ്. അപ്പൊ ആദ്യം തൊട്ട് 2.5 വർഷത്തോളം അദ്ദേഹത്തിന്റെ പിതാവ് ഉമ്മൻചാണ്ടി സാറായിരുന്നു ഞങ്ങൾ ഇവിടുത്തെ MLA. ബഹുമാനപ്പെട്ട അത് സാറിനെ ആദരവോടെ പറയുകയാണ്. ഏത് പരിപാടികൾ ഉണ്ടെങ്കിലും പ്രസിഡന്റ് ഞാൻ സാറിനോട് പറയും, സാറിന് 3-4 പരിപാടികളിൽ ക്ഷീണിതനാണെങ്കിലും പങ്കെടുത്തിട്ടുണ്ട്. ആ പരിപാടിയിൽ സാർ പങ്കെടുത്തതിന് ശേഷം വരാനൊക്കാത്ത പരിപാടി ഉണ്ടെങ്കിൽ ആശംസകൾ സെക്രട്ടറി വാട്സപ്പ് ചെയ്ത് അറിയിക്കും, ഇത് പറഞ്ഞേക്കാൻ പറയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു വിവാദങ്ങളും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായില്ല. അതിനുശേഷമാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് 2023 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് ക്ഷീണിതനായി തിരുവനന്തപുരത്തെ സ്വവസതിയിൽ വിശ്രമിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങൾ അവിടെ ചെല്ലുകയും അദ്ദേഹം നേരിട്ട് പ്രസിഡന്റ് ഞാനും ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശിക്കാൻ ചെന്നപ്പോൾ നേരിട്ട് ഞങ്ങളോട് പുതുപ്പള്ളിയുടെ വിശേഷങ്ങൾ ആരായുകയും അന്ന് സാറ് പറഞ്ഞ് ഇങ്ങോട്ട് ഞങ്ങളെ അഭിനന്ദിക്കുകയും കൂടെ ചെയ്തു. നമ്മുടെ ഈ കുടിവെള്ള പദ്ധതി 10-15 വർഷമായി മുടങ്ങിക്കിടക്കുന്നു, അതിന്റെ ടാങ്കിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി. അതിനുശേഷം സാർ എന്നോട് ചോദിച്ചു, മുനിസിപ്പൽ പദ്ധതികൾ എങ്ങനെയാണ് സാറേ? അത് ഇതുപോലെ ഫണ്ട് കുറവായതുകൊണ്ടാണ് PWD തന്നെ അതിന്റെ നിർവഹണം നടക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്റെ ഈ വർഷത്തെ MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ഞാൻ എഴുതി സുരേന്ദ്രനോട് പറയാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരാഴ്ചയായിട്ടും ഒരു മറുപടിയും ലഭിച്ചില്ല. പക്ഷെ എന്തുവാണ് ആ ഫണ്ട് നമുക്ക് ലഭിച്ചില്ല. ഞാൻ ആ 2023 തന്നെ പുതുപ്പള്ളി പെരുന്നാളിനോടുള്ള ഉമ്മൻചാണ്ടിക്കുള്ള ഒരു ഓണറേറിയം ജോർജിയൻ പുരസ്കാരം വാങ്ങുന്നതിന് വേണ്ടി ബഹുമാന്യാണ് അദ്ദേഹത്തിന്റെ പുത്രൻ ചാണ്ടി ഉമ്മൻ അവിടെ എത്തിയപ്പോൾ ഞാൻ നേരിട്ട് ചോദിച്ചാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അതിനുശേഷവും ഈ മുനിസിപ്പൽ സ്റ്റേഷന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ ഉദ്യോഗസ്ഥരെ, വിവിധ ജനപ്രതിനിധികളെയും ഭരണകർത്താക്കളെയൊക്കെ നമ്മൾ സമീപിക്കുകയുണ്ടായി. ലഭിച്ചില്ല. 2025 ബഡ്ജറ്റിൽ ഈ 50 ലക്ഷം തന്നതുകൊണ്ടാണ് പഞ്ചായത്ത് ഓൺ ഫണ്ടും കൂടി ഇട്ട് 1.5 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഞങ്ങളുടെയൊക്കെ ജീവിത അനുഭവങ്ങളിൽ കൂടെ ഞാൻ പറയുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഉമ്മൻചാണ്ടി സാറിന്റെ 25 വർഷം MLA ആയി പൂർത്തീകരിച്ച ഒരു യോഗം ഞാൻ ഇപ്പോഴും എന്റെ ഓർമ്മയിൽ വരികയാണ്. കോട്ടയം തിരുനക്കര മൈതാനത്തായിരുന്നു. അത് കേരളത്തിന്റെ ആരാധനായ ഒരു സോഷ്യലിസ്റ്റ് നേതാവ് MP വീരേന്ദ്രകുമാർ എന്ന കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞ ഒരു വാചകങ്ങൾ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പുതുപ്പള്ളിയില്
എല്ലാവരുടെയും വോട്ട് വാങ്ങിയിട്ടുണ്ട്. 2 പാർട്ടികളിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകന്റെ ശത്രു എന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല, അത് അവന്റെ അഹങ്കാരം ആണ് എന്ന് പറയുന്നത്. ആ മാതൃക കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇന്ന് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെ നമുക്കെല്ലാവർക്കും, ഇന്ന് രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും മാതൃകയാകേണ്ട ഒരു സന്ദേശമാണ് അത്. നമ്മളെല്ലാവരും വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിക്ക് എല്ലാവരും കൈകോർക്കാം. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉപരിയായിട്ട് വികസനം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ് നമുക്കെല്ലാവർക്കും നാടിന്റെ വികസനത്തിന് ഏറ്റവും അത്യാവശ്യമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ പരിപാടികളെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പരിപാടികൾ അതിന് തുറച്ച ശേഷം നടക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്, നമ്മളിന്ന് വികസന സദസ്സാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ആദ്യം 16-ാം തീയതിയാണ് വികസന സദസ്സ് നമ്മൾ നടത്താനിരുന്നത്. അതിന് ഒരാഴ്ച മുന്നേ നമ്മൾ കൊണ്ട് MLAക്ക് നമ്മൾ കത്ത് കൊടുത്താണ്. അവിടെ നിന്ന് തന്നെ ഞാൻ വീട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ ഞാൻ MLA വിളിച്ചു, ഫോണിൽ വിളിച്ചു, ഫോൺ എടുത്തു, സംസാരിച്ചു. ഞാൻ MLAയോട് പറഞ്ഞ് വികസന സദസ്സാണ്, MLA പ്രത്യേകം വന്നേക്കണമെന്ന് പറയുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തതാണ്. അത് കഴിഞ്ഞ് ആ ഡേറ്റ് മാറ്റേണ്ട ഒരു അവസരം വന്നു. അത് കഴിഞ്ഞ് ഞാൻ PA വിളിച്ച് പറഞ്ഞ് ഇന്നപോലെ വികസന സദസ്സിന്റെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്, അടുത്ത ഡേറ്റ് വരുന്നത് അറിയിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ 27-ാം തീയതി മന്ത്രിയുടെ സമയം കിട്ടി. നമ്മൾ 27-ാം തീയതി വികസന സദസ്സ് നടത്താനിരിക്കുകയാണ്. അന്നേരത്തേന് നമ്മൾ ആ കത്ത് കൊടുത്ത് അവിടെ നിന്ന് തന്നെ അതുപോലെ തന്നെ ഞാൻ ചാണ്ടിയുമ്മിന് MLA വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു റിപ്ലൈ ഇല്ല. അങ്ങനെ 3 തവണ ഞാൻ MLA വിളിച്ചു. അപ്പൊ MLAക്ക് മനസ്സിലായി കാണും, ആദ്യം വികസന സദസ്സിന്റെ ഡേറ്റ് പറഞ്ഞു, അന്ന് ഫോൺ എടുത്തതാണ്. അപ്പൊ അതിനുവേണ്ടി ആയിരിക്കും വിളിക്കുന്ന ഓർത്ത് തന്നെയാണ് MLA അത് ഫോൺ എടുക്കാൻ അറ്റൻഡ് ചെയ്യാഞ്ഞത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള പരാതികളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് പഞ്ചായത്തിൽ MLA വന്നെന്ന് പറഞ്ഞ് MLA എന്നെ വിളിക്കോ ക്ഷണിക്കോ ഒന്നും ചെയ്തില്ല. MLA അങ്ങോട്ട് പഞ്ചായത്തിൽ വരുന്നറിഞ്ഞ് ഒരു മെമ്പറാണ് പറയുന്നത് MLA ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ വരാൻ പറ്റിയില്ല. MLA ഓഫീസിൽ വന്നു, പ്രസിഡന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. വൈസ് പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നു. MLA ഇറങ്ങിപ്പോയി. ഇതാണ് അവിടെ നടന്ന സംഭവം. പിന്നെ MLAയോട് നമുക്ക് പ്രത്യേകിച്ച് പറയണോ, നമ്മുടെ പുതുപ്പള്ളിയുടെ റോഡ് ഏതൊക്കെ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഒരു MLA ഒരു ഫണ്ടും കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് തന്നെ ജനങ്ങൾക്ക് അറിയാവില്ല അത് പച്ച നുണയാന്ന്. ഒരു MLA ഫണ്ടുമായിട്ടാണോ കൈ വെച്ചോണ്ടാണോ അങ്ങോട്ട് വരുന്നത്? ഒരു MLA ആ പോയി കിടക്കുന്ന MLAയുടെ വീടിന്റെ അടുത്ത് കിടക്കുന്ന റോഡ്, പഞ്ചായത്തിന്റെ വാഴക്ക വഴി കിടക്കുന്ന റോഡ്, അത് ഏറ്റവും ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന റോഡാന്ന് MLAക്ക് അറിയാം. MLA പറയണം, ആ റോഡിന് ഞാൻ ഇത്രയും ഫണ്ട് വെച്ചിട്ടുണ്ട്, അതല്ലേ അതിന്റെ ശരിയായ നടപടി. ഇതൊന്നും പറയാതെ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തി. അത് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതിയെ, അത് എന്റെ ഒരു ഇതൊന്ന് വെച്ചാൽ എനിക്ക് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോ കസേര ഇരിക്കുന്നതിന്റെ കൊണ്ടാണോന്നും എനിക്കറിയത്തില്ല. MLA നമ്മൾ ഏതൊരു പരിപാടി, പഞ്ചായത്തിന്റെ പരിപാടി വന്നാലും അത് കത്ത് കൊടുത്ത് വിളിക്കുകയും ഫോണിനകത്ത് സംസാരിക്കുകയും എല്ലാം ചെയ്യും. പക്ഷെ MLA ഈ ഭരണസമിതി ഇരിക്കുന്ന സമയത്ത് ഒരു പരിപാടിക്കും MLA പങ്കെടുത്തിട്ടില്ല. അതാണ് MLAയുടെ ഒരു കാര്യം. പിന്നെ ഇപ്പൊ വികസന സദസ്സ് നടത്തുന്നത് അത് നമ്മളെ ഭരണസമിതിയെ ആരോപം ഭയങ്കര ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ശരിയായ കാരണങ്ങളുമല്ല MLA സംസാരിച്ചിരിക്കുന്നത്. അത് MLA ശുദ്ധ നുണ പറയുന്നതാണ്. MLAയും കുറെ കൂട്ടാളികളും. ഇതിനകത്ത് ഒരു സത്യാവസ്ഥയില്ല. ഇതാണ് നമ്മൾ മുമ്പോട്ട് ഭരണസമിതി ഇരിക്കുന്ന ഞങ്ങൾ അവിടെ BJP അല്ലെ കോൺഗ്രസ്, ഞങ്ങൾ അവിടെ ഒരു ഇതും കാണിക്കാതെ എല്ലാവരോടും ഒരുമിച്ച് നിന്നുണ്ട്. ഒരു രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഒരു ഫണ്ട് പോലും വിധിച്ചാലും ഞങ്ങൾ എല്ലാവർക്കും തുല്യമായിട്ടാണ് ഞങ്ങൾ അവിടെ വീതിക്കുന്നത്. അല്ല അവിടെ ഒരു രാഷ്ട്രീയം അവിടെ കാണിക്കാറില്ല. ഒരു വ്യത്യാസമാണ്. ഇവർക്കൊക്കെ കോൺഗ്രസിന്റെ വാർഡിലെല്ലാം MLA ഫണ്ട് എല്ലാം കിട്ടും. എന്നാലും നമുക്ക് ഒരുപോലെയാണ് നമ്മൾ അതിനകത്ത് വീതിക്കുന്നത്. ഇതിനകത്ത് ഒരു മാറ്റവും ഇല്ല. നമ്മൾ ഏതൊരിടത്ത് നിന്നാലും കക്ഷി രാഷ്ട്രീയമില്ലാതെ ജാതി ഭേദമിന്നെ എല്ലാവരോടും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയാണ്. അങ്ങനെ പോയാലേ നമുക്ക് മുമ്പോട്ട് ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ പരിപാടികൾ നല്ല രീതി ഭംഗിയായിട്ട് നടക്കാൻ സാധിക്കുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലും ചർച്ചയുമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു. MLA വിളിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏത് ഭരണസമിതി ആയാലും ഇവിടെ പക്ഷങ്ങളില്ലാതെയാണ് ഭരിക്കുന്നത്. ഇടതുപക്ഷം വലതുപക്ഷം എന്നൊരു പക്ഷങ്ങളില്ലാതെയാണ് പുതുപ്പള്ളി പഞ്ചായത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാ
മേഖലയിലുള്ളവർക്ക് എല്ലാ വാർഡ് മെമ്പർമാർക്കും തുല്യമായ അളവിൽ ഫണ്ടുകൾ വീതം വെക്കുക. ഞങ്ങൾ ഭരണകക്ഷി ആയതുകൊണ്ട് ഇത്ര കൂടുതൽ അവർക്ക് ഇത്ര കുറവ് എന്നുള്ള നിലയിലൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. തുല്യമായ അളവിൽ വീതം വെച്ചുകൊണ്ട് തന്നെയാണ് വാർഡുകളുടെ വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ MP-യുടെ സഹായം ഉണ്ടാവണം, MLA-യുടെ സഹായം ഉണ്ടാവണം, ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പിന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒക്കെ സഹകരണം ഉണ്ടായെങ്കിൽ മാത്രം ഒരുമിച്ച് എന്നുള്ള ആ പ്രവർത്തനത്തിലൂടെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പുതുപ്പള്ളി പഞ്ചായത്തിന് ഉണ്ടായിരുന്നത്. ആ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നതിനകത്ത് പൊളിറ്റിക്സ് ആയിരിക്കണം. ഒരു കാരണവശാലും അദ്ദേഹത്തെ ക്ഷണിക്കാതെ ഇരിക്കുന്ന ഒരു കാര്യമില്ല. എല്ലാ പരിപാടികൾക്കും അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. തിരക്കുകൊണ്ടായിരിക്കും വരാൻ പറ്റാത്തതെന്നൊക്കെയുള്ള വിശ്വാസങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ബോധപൂർവം ഒരാളെയും മാറ്റി നിർത്താൻ പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി ഇതുവരെ ശ്രമിച്ചിട്ടില്ല. പിന്നെ അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇത് ബഹിഷ്കരിക്കുമെന്നുള്ള നിലയിൽ. അത് അന്നേരം പറയുമ്പോൾ സമയത്ത് MLA വിളിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിലാണെന്നും പറയുന്നില്ല. UDF ബഹിഷ്കരിക്കും, വികസന സദസ് എന്നുള്ള നിലയിൽ മാത്രമുള്ള ചർച്ചയെ വന്നിട്ടുള്ളൂ. ഇന്നലെയാണ് പിന്നെ ഇങ്ങനെ അദ്ദേഹത്തെ ബോധപൂർവം വിളിക്കാതിരുന്നു എന്നുള്ള ഒരു പിന്നെ ചർച്ചയൊക്കെ വരുന്നത്. പക്ഷെ അതിനകത്ത് യാതൊരു കാര്യവും ഉള്ളതാണ് എന്നുള്ള വിശ്വാസമില്ല. ഞങ്ങളെല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു ഭരണസമിതിയാണ്. ഇനിയും ഇന്നലെ വരെ അങ്ങനെയായിരുന്നു, ഇന്നും നാളെയും അങ്ങനെ തന്നെയായിരിക്കും. ഏറ്റവും അഭിമാനമുള്ള ഒരു ഭരണസമിതിയുടെ ഭാഗമാകാൻ സാധിച്ചതിന്റെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 2020-25 കാലഘട്ടത്തിൽ ഈ ഭരണസമിതിയുടെ ഒരു ഭരണം നടന്ന സമയം എന്ന് പറഞ്ഞ ഒരു 1.5 വർഷക്കാലവും ഞങ്ങൾ കോവിഡിന്റെ പുറകെയാണ് ഞങ്ങൾ പോയത്. കോവിഡ് ആയിരുന്നു 1.5 വർഷക്കാലവും. ഒരു 3.5 വർഷത്തെ വികസനമാണ് ഇന്ന് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത്. അത് ഏറ്റവും അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭരണസമിതിയുടെ ഒരു കാലം തുടങ്ങുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാറായിരുന്നു. എന്ത് ഒരു കാര്യത്തിന് വിളിച്ചാലും അദ്ദേഹം തന്റെ എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു ആരോഗ്യപരമായി വളരെ ഒരു മോശം സമയത്തായിരുന്നു അദ്ദേഹം നിന്നത്. എന്നിരുന്നാലും പുതുപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പരിപാടികൾ അദ്ദേഹം വന്ന് സഹകരിക്കുകയും എല്ലാം ചെയ്തായിരുന്നു. ഇപ്പം ചാണ്ടിയുമ്മൻ വന്നതിന് ശേഷമാണ് ഇപ്പൊ എന്നും ഓരോ വികസന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ഘാടന കാര്യങ്ങൾക്കും എല്ലാം വിളിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹത്തെ പോയി ക്ഷണിക്കുമ്പോൾ എല്ലാം പറയും. അന്നേരം ഒന്നും അദ്ദേഹം വരികയില്ല, ഇല്ല എന്നൊന്നും പറയുകയില്ല. നമ്മൾ കത്ത് കൊടുത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർ പിന്തിരിപ്പിച്ച് വിടുന്നതായിരിക്കാം. അദ്ദേഹത്തിന്റെ കുഴപ്പമായിട്ട് പറഞ്ഞില്ല, കൂടെ ഉള്ളവർ ചിലപ്പോൾ പിന്തിരിപ്പിച്ച് വിടുന്നതായിരിക്കാം. എന്ത് വികസനത്തിനെതിരെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനം അതൊരിക്കലും ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അതൊരു ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല. വികസനത്തിനകത്ത് രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. നമ്മൾ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ടതാണ്. ജനങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന കാര്യത്തിൽ എല്ലാവരും അതിനകത്ത് ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ എല്ലാം പൊതുപ്രവർത്തകന്റെ ജോലി എന്ന് പറയുന്നത് ജനക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. അതിനകത്ത് രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. MLA എല്ലാ കാര്യത്തിനും ഇവിടുന്ന് ഒരു മാറ്റി നിർത്തലും ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് ഭരണസമിതി അതിനകത്ത് ഒരു രാഷ്ട്രീയവും കണ്ടിട്ടില്ല. പ്രസിഡന്റ് ആണെങ്കിലും വൈസ് പ്രസിഡന്റ് ആണെങ്കിലും ഏതൊരു കാര്യം ഉണ്ടായാലും പഞ്ചായത്തിന്റെ ഏത് പരിപാടി നടത്തിയാലും അത് MLA-യുടെ അധ്യക്ഷതയിൽ കൂടണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതിനകത്തെല്ലാം അദ്ദേഹം പിന്തിരിഞ്ഞ് നിന്നേച്ച് ഭരണസമിതിയെ കുറ്റപ്പെടുത്തുന്ന ഒരു ശരിയായ നിലപാട് ആണെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ചിലപ്പം ഈ ഒരു പ്രവർത്തന പരിചയത്തിന്റെ കുറവുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഒരു മാതൃക അദ്ദേഹം ഒന്ന് കൈക്കൊണ്ടാൽ നല്ലതായിരിക്കും. അദ്ദേഹത്തിന് മുന്നോട്ടുള്ള ഒരു നടത്തിപ്പ് മുന്നോട്ടുള്ള ഒരു കാലത്ത് അത് അദ്ദേഹത്തിന് തന്നെ പ്രയോജനം ചെയ്യും. എന്നുവെച്ചാൽ ഇപ്പൊ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിലും മറ്റും ഇടുന്ന പോസ്റ്റിന്റെ താഴെയുള്ള കമന്റുകൾ ഒന്ന് വായിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ആ കമന്റ് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ ഈ പരിപാടി നിർത്തും. അതാ ഏറ്റവും നല്ലൊരു കാര്യം. ഇപ്പം ഈ ഒരു വികസന സദസ്സിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഭരണസമിതിയുടെ പേരുള്ള ആശംസ പറഞ്ഞുകൊണ്ട് നിർത്തും. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 വർഷക്കാലം എന്നുള്ളത് വളരെ നിർണായകമായി തന്നെ എല്ലാ മേഖലയിലും വികസനത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോയ ഒരു ഭരണസമിതിയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ മെമ്പർമാർക്കും എല്ലാ വിഹിതവും തുല്യമായി തന്നെ വീതിച്ചുകൊണ്ട് അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും പുതുപ്പള്ളിയിൽ വേണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ച ഒരു ഭരണസമിതിയാണ്. ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നേട്ടങ്ങളാണ് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നൊരു വിശ്വാസം കൂടി ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ഒരു ഏരിയയാണ് വെണ്ണിമല എന്ന പ്രദേശം. ചരിത്ര പ്രാധാന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയിലേക്ക് വളരെയധികം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഭരണസമിതി ശ്രമിച്ചു എന്നുള്ളതും ഈ നിയോജക മണ്ഡലത്തിന് ഒരു കളിസ്ഥലം, എല്ലാ പഞ്ചായത്തിനും ഒരു കളിസ്ഥലം എന്നുള്ള ഒരു രീതിയിലേക്ക് ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ പഞ്ചായത്തിന് 1 ഏക്കർ അടുത്ത് സ്ഥലം ഉള്ള വെണ്ണിമലയിൽ
സ്വന്തം സ്ഥലം ആയി പഞ്ചായത്തിന് ഭൂമിയുള്ളപ്പോൾ അവിടെ ഒരു കളിക്കളം പോലും നിരസിച്ച MLAയുടെ ഒരു പ്രവർത്തന മനോഭാവം എന്നത് ഒട്ടും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. പലതവണ കത്താവശ്യപ്പെട്ടിട്ടും സ്വന്തമായി ഭൂമിയുള്ള പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് സ്വന്തം മണ്ഡലം എന്ന രീതിയിൽ ഒരു കളിക്കളം പോലും നിഷേധിച്ചിരിക്കുന്ന ഒരു സമീപനമാണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്.